Hi all, this is Abhay from Propwise. 2024-ൽ CUET PG, IIT JAM, TISNET മുതലായ PG എൻട്രൻസ് എക്സാം ടാർഗറ്റ് ചെയ്ത് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കായി പ്രൊപ്പോയ്സ് സംഘടിപ്പിക്കുന്ന ഫ്രീ ഓൺലൈൻ വർക്ക്ഷോപ്പ്. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഫോം ഫില്ല് ചെയ്ത് എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക. Who was appointed as the first Chief Justice of Independent India? Independent ഇന്ത്യയുടെ ഫസ്റ്റ് ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ളത് ആരാണ് എന്നുള്ളതാണ് ചോദ്യം. സോ മെഹർചന്ദ് മഹാജൻ, AR സർക്കാർ, ബിജാൻ മുഖർജി, ഹരിലാൽ ജെകിസുന്ദാസ് കാനിയ. ആൻസർ ഹരിലാൽ ജെകിസുന്ദാസ് ഖാനിയ. അദ്ദേഹം 1950-51 സമയത്ത് CJI ആയിട്ടിരുന്ന വ്യക്തിയാണ്. സോ അദ്ദേഹമാണ് ഇൻഡിപെൻഡന്റ് ഇന്ത്യയിലെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത്. The term grapevine communication is associated with. സോ ഇത് കമ്മ്യൂണിക്കേഷനിലെ ഒരു ടേം ആണ് ഗ്രേപ്പ് വൈൻ എന്ന് പറയുന്നത്. നമുക്ക് ഡയറക്റ്റ് ആൻസറിലോട്ട് പോവാം, കാരണം ഈ ക്വസ്റ്റ്യനിൽ ഒരു പ്രശ്നമുണ്ട്. സോ പ്രോപ്പർ ആയിട്ടുള്ള ഓപ്ഷൻസ് അല്ല കൊടുത്തിരിക്കുന്നത്. സോ ഞാൻ എന്താണ് ഗ്രേപ്പ് വൈൻ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞുതരാം. ഇറ്റ്സ് എ മെത്തേഡ് ഓഫ് ഇൻഫോർമൽ ആൻഡ് അൺഒഫീഷ്യൽ ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ. ബേസിക്കലി മോസ്റ്റ് ഓഫ് പല ടൈപ്പ് ക്വസ്റ്റ്യൻസിലും കണ്ടുവന്നിരിക്കുന്നത് ദ ടേം ഗ്രേപ്പ് വൈൻ കമ്മ്യൂണിക്കേഷൻ ഈസ് അസോസിയേറ്റഡ് വിത്ത് എന്ന് പറഞ്ഞിട്ട് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ, ഫോർമൽ കമ്മ്യൂണിക്കേഷൻ അങ്ങനെ ഓപ്ഷൻസ് ഉണ്ടാവും. അപ്പൊ നമുക്ക് അതിൽ ശരിയായിട്ടുള്ള ഉത്തരം ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ ആണ്. സോ ഇറ്റ്സ് എ മെത്തേഡ് ഓഫ് ഇൻഫോർമൽ ആൻഡ് അൺഒഫീഷ്യൽ ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ held in a workplace. It does not have any defined structure or agenda and is carried out by the people in an organization in the form of rumors, gossips, false statements and half truths. നമ്മൾ ഈ വർക്ക് പ്ലേസിൽ അല്ലെങ്കിൽ നമ്മുടെ പിയർ ഗ്രൂപ്പ് ആ ഒരു സർക്കിളിൽ ലൈക്ക് വളരെ ഇൻഫോർമൽ ആയിട്ട് റൂമേഴ്സും ഗോസിപ്സും ഫാൾസ് സ്റ്റേറ്റ്മെന്റും അങ്ങനെ പറയുന്ന അങ്ങനെ ടൈപ്പിലുള്ള സംസാരത്തെയാണ്, വളരെ ഇൻഫോർമൽ ആയിട്ട് നടക്കുന്ന ഒരു സംസാരത്തെയാണ് ഗ്രേപ്പ് വൈൻ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് ബേസിക്കലി അസോസിയേറ്റഡ് വിത്ത് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കാം. നേരത്തെ പോലെ അസേർഷൻ റീസൺ ടൈപ്പുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ ഗാന്ധിജി സ്റ്റാർട്ടഡ് ദ പേപ്പർ ന്യൂസ് ഇന്ത്യ ടു ഇൻഫോം, എഡ്യൂക്കേറ്റ് ആൻഡ് മോട്ടിവേറ്റ് പീപ്പിൾ. Gandhiji was not only a freedom fighter, but he was also a great journalist. ആ സ്റ്റേറ്റ്മെന്റിന്റെ കാര്യത്തിൽ തർക്കമില്ല, കാരണം ഗാന്ധിജി ന്യൂസ് പേപ്പറുകൾ എഡിറ്റ് ചെയ്തിട്ടുണ്ട്, അദ്ദേഹം സ്റ്റാർട്ട് ചെയ്ത ന്യൂസ് പേപ്പേഴ്സ് ഒക്കെ ഉണ്ട്. സോ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇഫ് സ്റ്റേറ്റ്മെന്റ് 1 ട്രൂ ആണോ എന്ന് മാത്രം നോക്കിയാൽ മതി. സ്റ്റേറ്റ്മെന്റ് 1 ട്രൂ ആണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് 2 ഓൾറെഡി ട്രൂ ആണെന്നുള്ളത് നമുക്ക് അറിയാം. സോ സ്റ്റേറ്റ്മെന്റ് 1 ട്രൂ ആണെങ്കിൽ ഈ റീസൺ അതിന്റെ എക്സാക്ട് റീസൺ തന്നെയാണ്. പക്ഷെ ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉത്തരത്തിലോട്ട് പോവാം. ഈ സ്റ്റേറ്റ്മെന്റ് 1 എന്ന് പറയുന്നത് ട്രൂ അല്ല. ആക്ച്വലി ഗാന്ധിജി സ്റ്റാർട്ട് ചെയ്ത ന്യൂസ് പേപ്പറിന്റെ പേര് ന്യൂസ് ഇന്ത്യ എന്നുള്ളതല്ല, യങ് ഇന്ത്യ എന്നുള്ളതാണ്. ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. ഗാന്ധിജിയുടെ ന്യൂസ് പേപ്പേഴ്സിന്റെ പേരും വർഷമാണ് ഇന്ത്യൻ ഒപ്പീനിയൻ 1903. അദ്ദേഹം സൗത്ത് ആഫ്രിക്കയിൽ ഉണ്ടാവുമ്പോൾ അവിടെ പബ്ലിഷ് ചെയ്തിരുന്നൊരു ഇതാണ് ഇന്ത്യൻ ഒപ്പീനിയൻ. യങ് ഇന്ത്യ 1990, യങ് ഇന്ത്യ, നവജീവൻ 1947 ആൻഡ് ഹരിജൻ ഓൺ 1933. സോ ഇത്രയാണ് ഗാന്ധിജിയുടെ ന്യൂസ് പേപ്പറും അതിന്റെ വർഷവും. ഇതൊന്ന് റിമെമ്പർ ചെയ്ത് വെക്കുക. ഹിയർ ഈ ക്വസ്റ്റ്യൻസിലോട്ട് തിരിച്ചു വരികയാണെങ്കിൽ ഇവിടെ നോക്കൂ, ന്യൂസ് ഇന്ത്യ, നമ്മൾ ആ ഒരു ചിലപ്പോൾ കൺഫ്യൂഷൻ ആവാൻ ചാൻസ് ഉണ്ട്. ന്യൂസ് ഇന്ത്യ എന്നുള്ളതല്ല, യങ് ഇന്ത്യ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ന്യൂസ് പേപ്പറിന്റെ പേര്. സോ ഈ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. സോ നമ്മുടെ ആൻസർ വരുന്നത് എ ഈസ് ഫോൾസ് ബട്ട് ആർ ഈസ് ട്രൂ. ഗാന്ധിജി വാസ് നോട്ട് ഓൺലി എ ഫ്രീഡം ഫൈറ്റർ, ബട്ട് ഹി വാസ് ഓൾസോ എ ഗ്രേറ്റ് ജേർണലിസ്റ്റ്. സോ ദാറ്റ്സ് അബൌട്ട് ദ ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ ഫസ്റ്റ് ഹിന്ദി ന്യൂസ് പേപ്പർ ഇൻ ഇന്ത്യ ഫ്രം ദി ഫോളോയിങ് ഓപ്ഷൻ. ഇന്ത്യയിലെ ഫസ്റ്റത്തെ ഹിന്ദി ന്യൂസ് പേപ്പർ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം, ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യം. ആൻസർ 4 ഉദാന്ത് മാർത്താണ്ഡ് അഥവാ ദ റൈസിംഗ് സൺ എന്നുള്ളതാണ് അതിന്റെ മീനിങ്. സോ അതാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഹിന്ദി ന്യൂസ് പേപ്പർ. 30 മെയ് 1826 അത് പബ്ലിഷ് ചെയ്യുന്നത്, അതിന്റെ എഡിഷൻ ഫസ്റ്റ് എഡിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഉദാന്ത് മാർത്താണ്ഡ് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ഹിന്ദി ന്യൂസ് പേപ്പർ.
അതുപോലെ ഇന്ത്യയിലെ ഫസ്റ്റ് ന്യൂസ് പേപ്പർ ഏതാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. സോ ഇറ്റ്സ് ബംഗാൾ ഗസറ്റ്. ജെയിംസ് അഗസ്റ്റസ് ഹിക്കി 1780 പബ്ലിഷ് ചെയ്ത ബംഗാൾ ഗസറ്റ് ആണ്, അല്ലെങ്കിൽ ദ കൽക്കട്ട ഡെയിലി അഡ്വർടൈസർ എന്നാണ് അതിന്റെ മറ്റൊരു പേര്. സോ അത് വളരെ ബേസിക് ആയിട്ട് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമായിരിക്കും എന്ന് വിചാരിക്കുന്നു. സോ ഇവിടെ ഫസ്റ്റ് ഹിന്ദി ന്യൂസ് പേപ്പർ ഉദാന്ത് മാർത്താണ്ഡ് 1826. അടുത്ത ക്വസ്റ്റ്യൻ. അക്കോർഡിംഗ് ടു McGuire, the sequence of communication factors that would make a successful persuasion is. So ഇത് ചാനൽ സോഴ്സ് റിസീവർ മെസ്സേജ്. ഇത് കമ്മ്യൂണിക്കേഷൻ മോഡൽ നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എളുപ്പം അറിയുന്ന ഒരു സംഭവമാണ്. സോ കമ്മ്യൂണിക്കേഷനിലെ 4 എലമെന്റ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ സീക്വൻസ് ആണ്. വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് എളുപ്പം സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് സോഴ്സ്, മെസ്സേജ്, ചാനൽ ആൻഡ് റിസീവർ. സോഴ്സ് എന്ന് പറഞ്ഞാൽ മെസ്സേജ് വരുന്ന ഉത്ഭവിക്കുന്ന ആ ഒരു സ്ഥലം, അതൊരു വ്യക്തിയാവാം. ഇപ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിക്കുകയാണെങ്കിൽ സോഴ്സ് എന്ന് പറയുന്നത് ഞാനാണ്. മെസ്സേജ് എന്ന് പറയുന്നത് ഞാൻ ഈ സംസാരിക്കുന്നതിന്റെ വാക്കുകളായിരിക്കാം. അത് ചാനൽ എന്താണ്? ഇപ്പോൾ നമ്മൾ 2 വ്യക്തികൾ സംസാരിക്കുകയാണെങ്കിൽ എയർ ആണ് അവിടുത്തെ ചാനലായിട്ട് വരുന്നത്. ഇപ്പോൾ നമ്മുടെ ഇവിടെ ഇന്റർനെറ്റ് അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ഡിജിറ്റൽ മീഡിയം ആണ് ഇവിടെ ചാനലായിട്ട് പ്രവർത്തിക്കുന്നത്. ആൻഡ് റിസീവർ ഈസ് ദ ഓഡിയൻസ്. ഇപ്പം ഞാൻ പറയുന്നത് കേൾക്കുന്ന ആരാണോ അവരാണ് റിസീവർ ആയിട്ട് വരുന്നത്. ഈ ഡയഗ്രാം ഒന്ന് നോക്കൂ. ഇത് ലീനിയർ മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷന്റെ ഒരു ഭാഗമാണ്. സോഴ്സ്, മെസ്സേജ്, ചാനൽ, റിസീവർ. പിന്നെ ഇവിടെ എൻകോഡ്സ്, ഡികോഡ്സ് എന്ന് പറഞ്ഞിട്ട് എലമെന്റ്സ് ഉണ്ട്. പിന്നെ ഈ മോഡൽസ് കോംപ്ലിക്കേറ്റഡ് ആവും തോറും അതിൽ പുതിയ എലമെന്റ്സ് വന്നുകൊണ്ടേയിരിക്കും. സോ ബേസിക് ആയിട്ടുള്ള ആ ഒരു ലീനിയർ ഫോർമാറ്റ് ഇതാണ്. സോഴ്സ്, മെസ്സേജ്, ചാനൽ ആൻഡ് റിസീവർ. ഇവിടെ എൻകോഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എൻകോഡ് ചെയ്യുന്ന ഒരു മെസ്സേജ് എൻകോഡ് ചെയ്യുന്നത്. ഇപ്പം എൻ്റെ മനസ്സിലൊരു ചിന്തയുണ്ടെങ്കിൽ അതിനെ ഞാൻ വാക്കുകളാക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് എൻകോഡിങ് എന്ന് പറയുക. ഇപ്പോൾ അത് എയറിലൂടെ വേവ് ആയിട്ട് സഞ്ചരിച്ച് നിങ്ങൾ എന്ന് പറയുന്ന ഒരാൾ, നിങ്ങൾ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈ ഞാൻ പറയുന്ന ആരാണോ കേൾക്കുന്നത് അവർ അത് ഡീകോഡ് ചെയ്തിട്ട് ആണ് മനസ്സിലാക്കുന്നത്. സോ അതാണ് ഈ ഡയഗ്രത്തിൽ എൻകോഡറും ഡീകോഡറും. സോ ഈ ലീനിയർ ഈ ഒരു എലമെന്റ്സിന്റെ ഈ ലീനിയർ സീക്വൻസ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, സോഴ്സ്, മെസ്സേജ്, ചാനൽ ആൻഡ് റിസീവർ. അടുത്ത ക്വസ്റ്റ്യൻ. കൊമേഴ്ഷ്യൽസ് ഓൺ വിവിധ് ഭാരതി were introduced on ആകാശവാണി ഫ്രം. വിവിധ് ഭാരതിയെ കുറിച്ച് നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തതായിരുന്നു. സോ വർഷം ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. സോ ഹിയർ ദ ആൻസർ ഈസ് November 1, 1967. വിവിധ് ഭാരതി സ്റ്റാർട്ട് ചെയ്തത് 1957-ലാണെങ്കിൽ അതിൽ കൊമേഴ്ഷ്യൽസ് സ്റ്റാർട്ട് ചെയ്തത് 1967-ലാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഹു ഈസ് നോൺ ഫോർ ഹെർ കോൺട്രിബ്യൂഷൻ ടു ദ ഫീൽഡ് ഓഫ് ഫോട്ടോ ജേർണലിസം. ഫോട്ടോ ജേർണലിസമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന വ്യക്തി ആരാണ് എന്നുള്ളതാണ് ചോദ്യം. അരുണ ആസിഫ് അലി നമുക്ക് അറിയാവുന്നതാണ്. ഷീസ് ആൻ ഇന്ത്യൻ എഡ്യൂക്കേറ്റർ, പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റ് ആണ് അരുണ ആസിഫ് അലി. ആൻഡ് ഇവിടെ ഉത്തരം വരുന്നത് ഓപ്ഷൻ 2 ഹൊമൈ വ്യാറാവല്ല എന്ന് പറയുന്ന അവരാണ്. ആൻഡ് ബർഖാദത്ത് ഒരു ഇന്ത്യൻ ടെലിവിഷൻ ജേർണലിസ്റ്റ് ആൻഡ് ലൈക്ക് ഓത്തർ ആണ്. ആൻഡ് നവിക കുമാർ നമുക്ക് അറിയാം, നാഷണൽ മീഡിയ ഫോളോ ചെയ്യുന്നവർക്ക് അറിയാം, ഒരു ന്യൂസ് എഡിറ്റർ ആണ്. സോ ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം വരുന്നത് ഓപ്ഷൻ 2 ആണ്. സോ സി, അരുണ ആസിഫ് അലി ഇന്ത്യൻ എഡ്യൂക്കേറ്റർ ആൻഡ് പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റ് ആണ്. ഓപ്ഷൻ 2-ൽ വന്നിരിക്കുന്ന ഹോമൈ ആണ് ഫോട്ടോ ജേർണലിസ്റ്റ്. ആൻഡ് ബർഖാദത്ത് അവരൊരു ജേർണലിസ്റ്റ് ആൻഡ് ഓത്തർ ആണ്. നവിക കുമാർ ഒരു ന്യൂസ് എഡിറ്റർ ആണ്. ഓക്കെ, സോ ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ബിറ്റ്കോയിൻ? ബിറ്റ്കോയിൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇറ്റ്സ് എ ക്രിപ്റ്റോ കറൻസി. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ബിറ്റ്കോയിൻ ഈസ് ദ ഫസ്റ്റ് ഡീസെൻട്രലൈസ്ഡ് ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നത്. അതാരാണ് ഇൻവെന്റ് ചെയ്തത് എന്നുള്ളതൊക്കെ നമ്മൾ ലാസ്റ്റ് ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്തിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ.